1945 ജൂലൈ 16 അമേരിക്കയിലെ ന്യൂമെക്സിക്കോയിലെ ട്രിനിറ്റി സൈറ്റിൽ കുറച്ച് ശാസ്ത്രജ്ഞർ ലോകചരിത്രം തിരുത്തിക്കുറിക്കുന്ന ആ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. കൃത്യം പുലർച്ചെ 5:29 ഭൂമി പെട്ടെന്ന് കുലുങ്ങുകയും അവിടെയുള്ള പ്ലൂട്ടോണിയം ഉപകരണം പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ആകാശം പ്രകാശപൂരിതമായി. നടുവിൽ ഭീമാകാരമായ ഒരു അഗ്നിഗോളവുമായി കിലോമീറ്ററുകളോളം ഉയരത്തിൽ ഒരു പുകപടലം രൂപപ്പെട്ടു. മുകളിലേക്ക് ഉയർന്ന അവ ഏകദേശം 38,000 അടിയിലധികം ഉയരമുള്ള ഒരു മഷ്റൂം ആകൃതിയിലുള്ള മേഘമായി മാറി. ശാസ്ത്രജ്ഞനായ റോബർട്ട് ഓപ്പൺഹൈമർ ഈ ദൃശ്യം കണ്ടപ്പോൾ ഭഗവത്ഗീതയിലെ വരികൾ ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: എങ്കിലും ഈ സംഭവം മാൻഹട്ടൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായുള്ള ഒരു പരീക്ഷണം മാത്രമായിരുന്നു. പക്ഷേ കൃത്യം 21 ദിവസങ്ങൾക്ക് ശേഷം 1945 ഓഗസ്റ്റ് 6-നും 9-നും ലോകത്തെ നടുക്കിക്കൊണ്ട് ഈ ആയുധം ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും പ്രയോഗിക്കപ്പെട്ടു. നിമിഷനേരം കൊണ്ട് ഹിരോഷിമയിൽ മാത്രം ഏകദേശം 80,000 വരെ ആളുകൾ കൊല്ലപ്പെട്ടു. തുടർന്നുള്ള മാസങ്ങളിൽ റേഡിയേഷൻ മൂലവും പരിക്കുകൾ മൂലവും ഇരു നഗരങ്ങളിലുമായി മരിച്ചവരുടെ എണ്ണം 1,29,000-നും 2,26,000-നും ഇടയിലായി ഉയർന്നു. തീവ്രമായ പൊള്ളലേറ്റും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലവുമാണ് ഭൂരിഭാഗം പേരും മരിച്ചത്. ഇന്നത്തെ കാലത്ത് ആണവായുധങ്ങൾ എത്രത്തോളം ഭീകരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. നിലവിൽ ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ പോലും ആണവായുധം പ്രയോഗിക്കുന്നതിനെക്കുറിച്ച് ആളുകൾ വളരെ ആവേശത്തോടെയാണ് സംസാരിക്കുന്നത്. സത്യത്തിൽ ഇവർക്കൊന്നും ഇതിൻ്റെ ഭീകരത മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതായത് ഉദാഹരണത്തിന് ഒരു ഹൈഡ്രജൻ ബോംബ് കൊച്ചിയിൽ പതിച്ചാൽ അതിൻ്റെ ആഘാതം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തെ മുഴുവനായി ബാധിക്കും. സ്ഫോടനം നടക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 50 മുതൽ 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള സകലതും സെക്കൻഡുകൾക്കുള്ളിൽ ചാരമായി മാറും. അതായത് കൊച്ചിയിൽ വീണാൽ തൃശൂർ, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാകും. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 2 കോടി മുതൽ 3 കോടി വരെ ജനങ്ങൾ ഈ ഒരൊറ്റ സ്ഫോടനത്തിൽ കൊല്ലപ്പെടും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പവറും ഇതിൻ്റെ ഭവിഷ്യത്തും എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. എന്നാൽ ഒരു ആറ്റോമിക് ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അറിയില്ല. അത്തരത്തിൽ ന്യൂക്ലിയർ ബോംബ്, ആറ്റം ബോംബ്, ഹൈഡ്രജൻ ബോംബുകൾ എന്നിവയൊക്കെ എന്താണെന്നും അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും എന്തിനാണ് ലോകരാജ്യങ്ങൾ ന്യൂക്ലിയർ ബോംബുകളെ ഭയപ്പെടുന്നതെന്നും അതിൻ്റെ ഭീകരത എത്രത്തോളമാണെന്നുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് ന്യൂക്ലിയർ ബോംബ്, ആറ്റം ബോംബ്, ഹൈഡ്രജൻ ബോംബ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ന്യൂക്ലിയർ ബോംബ് എന്നത് പൊതുവായ പേരാണ്. ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാത്തരം ബോംബുകളെയും ന്യൂക്ലിയർ ബോംബ് എന്ന് വിളിക്കാം. ഇനി ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലാണ്. ആറ്റം ബോംബ് ന്യൂക്ലിയർ ഫിഷൻ വഴി യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം പോലുള്ള വലിയ ആറ്റങ്ങളെ പിളർക്കുമ്പോൾ, ഹൈഡ്രജൻ ബോംബ് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ചെറിയ ഹൈഡ്രജൻ ആറ്റങ്ങളെ തമ്മിൽ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആറ്റം ബോംബിനേക്കാൾ 100 കണക്കിനിരട്ടി പ്രഹരശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധമാണ് ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ ബോംബുകൾ ഇതുവരെ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. 1945 ഓഗസ്റ്റ് 6-ന് ഹിരോഷിമയിൽ വിക്ഷേപിച്ച ബോംബ് ലിറ്റിൽ ബോയ് എന്നാണ് അറിയപ്പെടുന്നത്. കൃത്യം 3 ദിവസങ്ങൾക്ക് ശേഷം നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന ബോംബും വിക്ഷേപിക്കപ്പെട്ടു. ഇവ രണ്ടും ആറ്റം ബോംബുകളാണ്. ഈ 2 ബോംബുകൾക്കുമുള്ളിൽ മോഡേൺ ഫിസിക്സിലെ ഏറ്റവും വിനാശകരമായ ടെക്നോളജിയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ലിറ്റിൽ ബോയിൽ യുറേനിയം 235-ഉം ഫാറ്റ്മാനിൽ പ്ലൂട്ടോണിയം 239-ഉമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്ന ശാസ്ത്രീയ പ്രക്രിയയാണ് ഈ 2 ബോംബുകളുടെയും അടിസ്ഥാനം. ഈ പ്രക്രിയയിൽ ഒരു ന്യൂട്രോൺ ഉപയോഗിച്ച് യുറേനിയം ആറ്റത്തിൻ്റെ കേന്ദ്രത്തെ വിഭജിക്കുമ്പോൾ അത് വലിയ തോതിലുള്ള എനർജിയും ഒന്നിലധികം ന്യൂട്രോണുകളും പുറത്തുവിടുന്നു. ഇങ്ങനെ പുറത്തുവരുന്ന പുതിയ ന്യൂട്രോണുകൾ തൊട്ടടുത്തുള്ള മറ്റ് ആറ്റങ്ങളെ വീണ്ടും വിഭജിക്കുന്നു. ഇത്തരത്തിൽ സെക്കൻഡുകൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് വിഭജനങ്ങൾ സംഭവിക്കുന്നതിനെയാണ് അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത് വമ്പിച്ച സ്ഫോടനത്തിന് കാരണമാകുന്നു. ഇത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു പ്രഷർ കുക്കറിനുള്ളിലെ പ്രഷർ ക്രമാതീതമായി കൂടുന്ന അവസ്ഥ സങ്കല്പിക്കുക. ആ പ്രഷർ അതിൻ്റെ പരിധി വിടുമ്പോൾ വലിയ സ്ഫോടനം സംഭവിക്കുന്നു. അതുപോലെ യുറേനിയം 235 പോലുള്ള മൂലകങ്ങൾ അവയുടെ ക്രിട്ടിക്കൽ മാസിലെത്തുമ്പോൾ വലിയ തോതിൽ ഊർജം സംഭരിച്ചു വെക്കുന്നുണ്ട്. ഒരു ന്യൂട്രോൺ ഇതിലേക്ക് കടത്തിവിടുമ്പോൾ അവ പെട്ടെന്ന് അൺബാലൻസ്
ആവുകയും ഒരു ചെയിൻ റിയാക്ഷൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ആ ന്യൂട്രോണുകൾ ചങ്ങല പോലെ മറ്റ് ആറ്റങ്ങളെ തകർക്കുമ്പോൾ സ്ഫോടനം ഭീമാകാരമാകുന്നു. ദശലക്ഷക്കണക്കിന് ആറ്റങ്ങൾ ഒരേ സമയം വിഭജിക്കപ്പെടുമ്പോൾ അത് ഭൂമിയെ നടുക്കുന്ന സ്ഫോടനമായി മാറുന്നു. അതിനു മുൻപായി യുദ്ധമൊക്കെ കാരണം സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ് മാർക്കറ്റ് വോൾഫ്. ഒരു സെബി രജിസ്റ്റേർഡ് ആപ്പാണിത്. ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. കൂടാതെ എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭം കിട്ടും എന്ന് പറഞ്ഞു തരാൻ ഒരു എക്സ്പേർട്ട് ടീം തന്നെ ഇവിടെയുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തു. ഞാൻ നേരെ ഫോളോ ട്രെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇത് പ്രോഫിറ്റബിൾ ട്രെൻഡ് നമുക്ക് കാണിച്ചു തരും. വെറും ഒറ്റ ക്ലിക്കിൽ നമുക്കത് ഫോളോ ചെയ്യാം. മറ്റ് ആപ്പുകളെ അപേക്ഷിച്ച് 1/3 പണം കൊണ്ട് നമുക്കിതിൽ ട്രേഡിംഗ് തുടങ്ങാം. ഇതിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഫീച്ചറുണ്ട്. അതിനാൽ തന്നെ നഷ്ടം ഒരു പരിധി കഴിഞ്ഞാൽ ട്രേഡ് തനിയെ നിൽക്കും. ഇവരുടെ ബ്രോക്കറേജ് ചാർജും വളരെ കുറവാണ്. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ട്രേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് 1306 രൂപയാണ് പ്രോഫിറ്റ് ലഭിച്ചത്. വെറും 99 രൂപയുടെ ലൈഫ് ടൈം ഫീസിൽ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് ഉപയോഗിക്കാം. രാവിലെ 9 മണി മുതൽ രാത്രി 12 വരെ ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാം. ആളുകൾ ഒരു ദിവസം 11,850 രൂപ വരെയും ഒരു മാസത്തിൽ 70,468 രൂപ വരെയും ഒരു വർഷത്തിൽ 5,03,940 രൂപ വരെയും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലാഭത്തിന് ഇവർ ഒരു കമ്മീഷനും എടുക്കുന്നില്ല. മാർക്കറ്റ് വോൾഫ് ഇതിനോടകം തന്നെ 20 ലക്ഷത്തിലധികം പേർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഹിരോഷിമയിൽ പ്രയോഗിച്ച ലിറ്റിൽ ബോയിൽ 64 കിലോ യുറേനിയം ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ 1.38% ഏകദേശം 700 ഗ്രാം മാത്രമേ ഫിഷന് വിധേയമായിട്ടുള്ളൂ. എന്നിട്ടും അതിൻ്റെ ആഘാതം 15 കിലോ ടൺ TNT സ്ഫോടനത്തിന് തുല്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ ആധുനിക തെർമോന്യൂക്ലിയർ ആയുധങ്ങൾ ഇതിനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ശക്തമാണ്. ഇന്നത്തെ വാർഹെഡുകൾക്ക് 50 മെഗാ ടൺ വരെ സ്ഫോടന ശേഷിയുണ്ട്. ഈ ഭീകരമായ വളർച്ച കാരണം ലോകം ഇന്ന് വലിയൊരു ഭീഷണിയെ നേരിട്ട് കൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ ലിറ്റിൽ ബോയിയുടെ ആന്തരിക ഘടന എങ്ങനെയായിരുന്നുവെന്നും ആ സ്ഫോടനം എങ്ങനെയാണ് കൃത്യസമയത്ത് ട്രിഗർ ചെയ്യപ്പെട്ടതെന്നും നമുക്ക് നോക്കാം. ലിറ്റിൽ ബോയ് ഒരു ഗൺ ടൈപ്പ് ഡിസൈൻ ആയിരുന്നു. അതിനുള്ളിൽ യുറേനിയം 235 2 ഭാഗങ്ങളായാണ് വെച്ചിരുന്നത്. ഇതിൽ ഒന്ന് യുറേനിയം പ്രൊജക്ടൈലും മറ്റൊന്ന് യുറേനിയം ടാർഗറ്റുമായിരുന്നു. സ്ഫോടനം നടക്കാത്ത അവസ്ഥയിൽ ഇവ രണ്ടും സബ് ക്രിട്ടിക്കൽ അവസ്ഥയിലായിരുന്നു. അതായത് ഇവ തമ്മിൽ ചേരാത്തിടത്തോളം കാലം ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കില്ല. ബോംബ് വിമാനത്തിൽ നിന്ന് താഴേക്കിടുമ്പോൾ അതിലെ ടൈമറുകളും പ്രഷർ സെൻസറുകളും പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഏകദേശം 44 സെക്കൻഡ് വീഴ്ചയ്ക്ക് ശേഷം കൃത്യം 1900 അടി ഉയരത്തിൽ വെച്ച് സ്ഫോടനം നടക്കാനായി സെൻസറുകൾ സിഗ്നൽ നൽകുന്നു. ബോംബിനുള്ളിലെ ഒരു സാധാരണ വെടിമരുന്ന് സ്ഫോടനം യുറേനിയം പ്രൊജക്ടൈലിനെ ഒരു ബാരലിലൂടെ വേഗത്തിൽ തള്ളുകയും അത് ടാർഗറ്റിൽ പോയി ഇടിക്കുകയും ചെയ്യുന്നു. ഈ ഇടിയിലൂടെ യുറേനിയം സൂപ്പർ ക്രിട്ടിക്കൽ മാസ് കൈവരിക്കുകയും മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ ആണവ വിഭജനം പൂർത്തിയാവുകയും ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കണ്ണ് ചെമ്മി തുറക്കുന്ന വേഗത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ പ്രോസസ്സിലൂടെ പുറത്തുവരുന്ന താപം ഒരു ഭീമാകാരമായ ഫയർബോൾ സൃഷ്ടിക്കുകയും അത് ആകാശത്തേക്ക് ഉയരുകയും ചെയ്യുന്നു. സ്ഫോടനത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ അഥവാ ഗ്രൗണ്ട് സീറോയിൽ താപനില ഏകദേശം 7000 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിരുന്നത്രേ. ഇത് ലോഹങ്ങളെ വരെ നിമിഷ നേരം കൊണ്ട് ആവിയാക്കാൻ ശക്തിയുള്ളതാണ്. ആ പരിധിയിൽ ഉണ്ടായിരുന്ന മനുഷ്യർ നിഴലുകൾ മാത്രം ശേഷിപ്പിച്ച് തൽക്ഷണം ബാഷ്പീകരിക്കപ്പെട്ടുപോയി. താപത്തിന് പിന്നാലെ മണിക്കൂറിൽ 1000 കിലോമീറ്ററിലധികം വേഗതയുള്ള ഷോക്ക് വേവുകൾ നഗരത്തെ തകർത്തു തരിപ്പണമാക്കി. ഏതാനും കിലോമീറ്ററുകൾ ചുറ്റളവിലുള്ള സകല കെട്ടിടങ്ങളും മരങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണു. നഗരം മുഴുവൻ ഒരു ശ്മശാനമായി മാറാൻ വെറും സെക്കൻഡുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. എന്നാൽ യഥാർത്ഥ ദുരന്തം അവിടെ അവസാനിക്കുന്നില്ല. ഇതിനുശേഷം അദൃശ്യവും മാരകവുമായ റേഡിയോ ആക്ടിവിറ്റി പടരാൻ തുടങ്ങിയിരുന്നു. അന്തരീക്ഷത്തിൽ കലർന്ന ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ കിലോമീറ്ററുകളോളം പടരുകയും കറുത്ത മഴയായി അഥവാ ബ്ലാക്ക് റെയിനായി ഭൂമിയിൽ പതിക്കുകയും ചെയ്തു. ഇതിൻ്റെ ആഘാതം പതിറ്റാണ്ടുകളോളം ആ നഗരത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. സ്ഫോടനത്തിന് ശേഷം ജനിച്ച കുട്ടികളിൽ ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങൾ വൻതോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പലരും ജന്മന അവയവ വൈകല്യങ്ങളുള്ളവരും ഭൗതിക വളർച്ചയില്ലാത്തവരുമായിരുന്നു. ഗർഭിണികൾ ഗർഭം അലസുന്നതും മരിച്ച നിലയിൽ കുഞ്ഞിനെ പ്രസവിക്കുന്നതുമൊക്കെ അക്കാലത്ത് പതിവായി മാറി. കഴിഞ്ഞില്ല. കോശങ്ങളിലെ DNA ഘടനയിൽ റേഡിയേഷൻ വരുത്തിയ മാറ്റങ്ങൾ അടുത്ത തലമുറകളിലേക്കും വ്യാപിച്ചു. 5 മുതൽ 10 വർഷങ്ങൾക്ക് ശേഷം അതിജീവിച്ചവരിൽ ലുക്കീമിയ പോലുള്ള ബ്ലഡ് ക്യാൻസറുകൾ വൻതോതിൽ വർദ്ധിച്ചിരുന്നു. ശാരീരിക രോഗങ്ങൾക്ക് പുറമെ കഠിനമായ ഡിപ്രഷനും ഒറ്റപ്പെടലും ആ സമൂഹത്തെ ബാധിച്ചു. ഈ കുട്ടികൾ സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും വലിയ രീതിയിൽ വിവേചനങ്ങളും നേരിട്ടിരുന്നു. റേഡിയേഷൻ മൂലം പലർക്കും വന്ധ്യത അനുഭവപ്പെടുകയും ജനിച്ച കുട്ടികൾ നിത്യാരോഗികളാവുകയും വരെ ചെയ്തു. തലമുറകളെ ഇല്ലാതാക്കുന്ന ഒരു നിശബ്ദ
വർഷമായി റേഡിയേഷൻ നിലനിന്നു. ഇന്നും ജപ്പാനിലെ പല കുടുംബങ്ങളും ഈ ആണവ ദുരന്തത്തിൻ്റെ കൈപ്പേറിയ ഓർമ്മകളും ശാരീരിക ബുദ്ധിമുട്ടുകളും പേറുന്നുണ്ട്. തങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് അവർ ഇന്നും ശിക്ഷ അനുഭവിക്കുന്നു. ഈ ബോംബ് വെറും ഒരു യുദ്ധതന്ത്രമായിരുന്നില്ല, മറിച്ച് മാനവികതയ്ക്കെതിരെയുള്ള ക്രൂരമായ ഒരു കടന്നാക്രമണമായിരുന്നു. സ്ഫോടനം വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ കണ്ട ഓപ്പൺഹൈമർ പിൽക്കാലത്ത് ആണവായുധ നിയന്ത്രണത്തിനായി ശക്തമായി വാദിച്ചു. ലോകമൊട്ടാകെ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം ആണവായുധങ്ങളുടെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ രാഷ്ട്രീയമായ ലാഭങ്ങൾക്കായി അദ്ദേഹത്തിൻ്റെ ശബ്ദം പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത്. 2026 ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം ലോകത്ത് ഏകദേശം 12,121 ആണവായുധങ്ങൾ വിവിധ രാജ്യങ്ങളുടെ പക്കലുണ്ട്. 1945 ഉപയോഗിച്ച ബോംബിനേക്കാൾ 100 കണക്കിന് മടങ്ങ് പ്രഹരശേഷിയുള്ളവയാണ് ഇവയോരോന്നും. നിലവിൽ 9 രാജ്യങ്ങളാണ് ഔദ്യോഗികമായും അല്ലാതെയും ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ ലോകം മുഴുവൻ ചാരമായി മാറാൻ സാധ്യതയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യവംശത്തിൻ്റെ കയ്യിലുള്ള ഏറ്റവും അപകടകരമായ ആയുധമാണിത്. ഇത് എപ്പോൾ പ്രയോഗിക്കപ്പെടുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. അത് ഭൂമിയിൽ ഒരു മഹാദുരന്തത്തിന് വഴിയൊരുക്കും. ഹിരോഷിമ ദുരന്തത്തിന് ശേഷം 80 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇത്രയും കാലം മറ്റൊരു ആണവായുധ പ്രയോഗം നടന്നിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഏതായാലും ന്യൂക്ലിയർ പവറിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചു കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയോ ഇറാനോ ഇത്തരത്തിൽ ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ മുൻപേ സൂചിപ്പിച്ച മാർക്കറ്റ് വൂൾഫിന് ഇതിനകം തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. ആളുകൾ അവരുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.